ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ടായിരുന്നു, ബാക്ക് ബമ്പർ, താഴെ എല്ലാം വ്യത്യാസം, സ്പ്ലിറ്റർ പോലെ കാണല്ലേ? അതെ. പിന്നെ ഈ ഒരു ഹെഡ് ലാംപ്സിനകത്ത് വ്യത്യാസമുണ്ട്. പിന്നെ ഫ്രണ്ട് ഗ്രില്ല് മൊത്തത്തിൽ പ്രൊജക്ടർ ആണോ LED ആ? ഫോഗ് ലാംപ്സ് അന്നേരം ഇല്ലേ ഇപ്പം? നമുക്ക്
അല്ലാതെ വേരിയന്റ് ബാഡ്ജിങ് ഒന്നുമില്ല. ബാക്ക് എൻഡിൽ എന്തെങ്കിലും ഈ ഒരു സ്പോയിലർ നമുക്ക് ZX പ്ലസിന് മാത്രമേ. ഓ ശരി ശരി. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെ. ചേഞ്ചസ് വന്നത് ഈ ഒരു ബ്രേക്ക് ലൈറ്റ് മാറിയിട്ടുണ്ടായിരുന്നു, ബാക്ക് ബമ്പർ, താഴെ എല്ലാം വ്യത്യാസം. സ്പ്ലിറ്റർ പോലെ കാണുന്നല്ലേ? അതെ അതെ. എക്സ്റ്റീരിയറിൽ പിന്നെ ഫ്രണ്ട് ആണല്ലേ? ഫ്രണ്ടാണ് വ്യത്യാസം. ബമ്പറിന്റെ ആ ഒരു ഫുള്ള് DRL ഫുള്ള് ലൈനിങ് ഉണ്ട്, അത് കണക്റ്റഡ് ആയി. പിന്നെ ഈ ഒരു ഹെഡ് ലാംപ്സിനകത്ത് വ്യത്യാസമുണ്ട്. പിന്നെ ഫ്രണ്ട് ഗ്രില്ല് മൊത്തത്തിൽ പ്രൊജക്ടർ ആണോ LED ആണ്? ഫോഗ് ലാംപ്സ് അന്നേരം ഇല്ലേ ഇപ്പൊ? നമുക്ക് ഈ DRL വരുന്നത് കൊണ്ട് ഫോഗ് ലാമ്പിന്റെ പ്രത്യേകിച്ച് ആവശ്യം വരുന്നില്ല. ഓക്കെ ഓക്കെ. അതിങ്ങനെ എയ്റോ വെൻസ് പോലൊക്കെ അല്ലേ? ഇപ്പൊ ബാറ്ററി ഈക്കോൺ എന്താ പവർ കുറച്ചുകൂടെ നമുക്ക് മൈലേജ് വേണമെന്നുണ്ടെങ്കിൽ ഈക്കോയിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പവർ ഡ്രോപ്പ് ആവുന്ന വെച്ചാൽ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ്, മൈലേജ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. മൈലേജ് ഫിഗേഴ്സ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് CVT ആയതുകൊണ്ട് തന്നെ 7 സ്റ്റെപ്പ് CVT ആണ്, മാക്സിമം മൈലേജ് കിട്ടുന്നുണ്ട്. പാഡിൽസ് ഉണ്ട്, പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്, മാനുവലി നമുക്ക് ഗിയർ മാറ്റാനായിട്ടാണ്. നമുക്ക് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 18 ആണ്. കസ്റ്റമർ ഫീഡ്ബാക്ക് തന്നെ നമുക്കൊരു 15 ആവറേജ്. നമ്മൾ നാച്ചുറൽ ആസ്പെക്ട് എഞ്ചിനാണ്, 4 സിലിണ്ടർ വണ്ടിയാണ്. പിന്നെ ഹൈബ്രിഡ് വരുന്നുണ്ട്. ഇതിന്റെ ടോപ്പിന്റെ, അതായത് ഈ ഒരു ഇതിന്റെ ഫുൾ ഓപ്ഷനകത്ത് തന്നെ ഹൈബ്രിഡ് വരുന്നു. അഡാസ് വരുന്നുണ്ടല്ലേ? അഡാസ് എല്ലാ ഫീച്ചേഴ്സിലും, എല്ലാ വേരിയന്റിലും സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങോട്ട് തിരിച്ചു പിടിച്ചെങ്കിൽ നമുക്ക് ലൈൻ കീപ്പ് അസിസ്റ്റ് ഓൺ, അത് 72 കിലോമീറ്റർ സ്പീഡിലാണ് നമുക്ക് ആക്റ്റീവ് ആവുന്നത്. ഇതിപ്പോ 1.5 ആണ്. പവർ ഫിഗേഴ്സ് ഒക്കെ എങ്ങനെയാണ്? 121 PS ആണ് നമുക്ക് പവർ വരുന്നത്. ലോഞ്ച് ചെയ്ത് നോക്കട്ടെ. ലൈക്ക് ഇപ്പൊ ഇത് ഓഫ് ആക്കി കഴിഞ്ഞാൽ അല്ലാതെ മോഡൊന്നും ഇല്ലല്ലോ? ഇല്ല, പിന്നെ സ്പോർട്സ് ഉണ്ടല്ലേ? CVT ആയതുകൊണ്ട് റബ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമല്ലേ? CVTയുടെ ഒരു സൗണ്ട് ഉണ്ടാവും. പക്ഷെ നമ്മളിപ്പോ ഓടിക്കുന്ന വേരിയന്റ് ഏതാണ്? ZX പ്ലസ് എന്നുള്ള വേരിയന്റ് ആണ്. ഫുൾ ഓപ്ഷൻ. അപ്പൊ ഈ ഹൈബ്രിഡ് വരുന്നതുമായിട്ട് വ്യത്യാസം ഇന്റീരിയർ എല്ലാം സെയിം തന്നെ ആയിരിക്കും. പിന്നെ കാഴ്ചയിൽ വരുമ്പോഴത്തേക്ക് ഹാൻഡ് ബ്രേക്ക് വരുമ്പോഴത്തേക്ക് ഇലക്ട്രിക് ആവും, ബട്ടൺ ആയിരിക്കും വരുന്നത്. അതേപോലെ തന്നെ ഈ സ്പോർട്സ് മോഡിന് പകരം നമുക്കൊരു B മോഡാണ് വരുന്നത്, ബ്രേക്ക് മോഡ്. നമുക്ക് ബ്രേക്കിംഗ് തന്നെ വണ്ടി തന്നെ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് കമ്പനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് മോഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ നമുക്ക് വരുമ്പോഴത്തേക്ക് വയർലെസ് ചാർജർ ഈ ഒരു ഗ്യാപ്പിലായിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇന്ത്യയിൽ വേറെ വ്യത്യാസം, സീറ്റിനകത്ത് രണ്ടിടത്തും വെന്റിലേറ്റഡ്, ബാക്ക് ഓൾറെഡി ഫ്രണ്ട് വെന്റിലേറ്റഡ് ആണ്. ബാക്കിനകത്ത് നമുക്ക് 2 സൈഡിലായിട്ട് നമുക്ക് എയർ അകത്തോട്ട് ബാറ്ററിയിലോട്ട് സർക്കുലേഷൻ ഉള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാകും. പിന്നെ ഓൾ വീലും എല്ലാ വീലും നമുക്ക് ഡിസ്ക് ആയിരിക്കും മറ്റേതില്ല. ഇത് ഫ്രണ്ട് 2 മാത്രമേ. ഇതിനകത്ത് ഈ റൂഫ് ലൈനർ ഇതൊക്കെ ബ്ലാക്ക് വരുന്ന വേരിയന്റ് ഉണ്ടോ? ഇടയ്ക്ക് മുമ്പുള്ള സിറ്റിയിലുണ്ടായിരുന്നു സ്പോർട്സ് ഒന്നും അല്ല, നമുക്ക് അങ്ങനെ സ്പെസിഫൈ ചെയ്തില്ല. അതൊരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് വന്നതായിരുന്നു. ആണോ? ശരി ശരി. ഇതിന്റെ വേരിയന്റ് നെയിമിംഗ് ഒക്കെ എങ്ങനെയാണ്? സ്റ്റാർട്ടിംഗ് വേരിയന്റ് വരുന്നത് SV, V, ZX, ZX പ്ലസ്. അതുതന്നെ ZX പ്ലസിനകത്താണ് ഈ HEV എന്നുള്ള ഹൈബ്രിഡ് വരുന്നത്. ഓ ശരി. പ്ലസ് വേരിയന്റ് സൺറൂഫ് കാര്യങ്ങൾ അങ്ങനെ നമുക്ക് ZX മുതൽ തന്നെ സൺറൂഫ് വരുന്നുണ്ട്. ZX പ്ലസിലോട്ട് സൺറൂഫ് എല്ലാം ലെതർ സീറ്റ്സ് അഡീഷണലി വരുന്നുണ്ട്. ഇതിന്റെ വരുമ്പോഴത്തേക്ക് നമുക്ക് 360 ക്യാമറ ZX പ്ലസിനകത്താണ് വരുന്നത്. പിന്നെ നമുക്ക് ലെതർ സീറ്റ്സിനകത്ത് ഈ ഇൻഫോർടൈൻമെന്റ് ഇതിന്റെ ഇതിനകത്ത് ZX-നകത്ത് വരും. മറ്റേതിനകത്ത് കുറച്ചുകൂടെ ചെറുതായിരിക്കും.
ഇന്റീരിയർ അന്നേരം കാര്യമായിട്ട് മാറ്റം ഉണ്ടോ? വലിയ വ്യത്യാസം ആകെ സ്റ്റീരിയോയിലും പിന്നെ ഈ പറഞ്ഞ പോലെ ഈ AC വെന്റ്സ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ സീറ്റ് വെന്റിലേറ്റഡ് സീറ്റ്. പിന്നെ 360 നമ്മളൊരു ഇത്രയും നാളായിട്ട് ഇല്ലാത്തൊരു എല്ലാരും ഒരു ഇല്ലെന്ന് പറയുന്ന ഒരു സാധനമായിരുന്നു. അതിപ്പം നമുക്ക് ഈ ഒരു ZX Plusൽ വരുന്നു. നമ്മള് ലെഫ്റ്റ് അല്ല, ഇനിഷ്യലി ആ ജമ്പ് ഉണ്ടായിരുന്നു, തുള്ളി തുള്ളി നിൽക്കുന്നത്. ആക്സിലേഷൻ നോർമലി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈ ഒരു നോയ്സ് ഒഴിവാക്കാം. അതായത് ഈ ഒരു RPM കട്ടാവുന്നതിന് മുന്നേ ആയിട്ട് പാഡ് ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്താൽ അത് മാറും. നേരെ പോകാനാണ് അടുത്ത ട്രാഫിക് ആയിരിക്കും അല്ലേ? ഇതിന്റെ അപ്പം പ്രൈസിംഗ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഇത് ടോപ്പ് എൻഡ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 20,60,000 ആ റേഞ്ച് വരും. സ്റ്റാർട്ടിങ് വരുമ്പോൾ ഒരു ഓൺ റോഡ് ഞാൻ പറയുന്നതല്ല ഓൺ റോഡ് ആണ്. സ്റ്റാർട്ടിങ് വരുമ്പോഴത്തേക്ക് നമുക്ക് 14,80 ആ റേഞ്ചിൽ സ്റ്റാർട്ടിങ് ഉണ്ട്. അത്യാവശ്യം അഡാസ് എല്ലാം വരുന്ന ഒരു മിഡ് വേരിയന്റ് നോക്കുവാണെങ്കിൽ V എന്നുള്ള വേരിയന്റ് ആണ്. നമുക്കൊരു 15,80 കിട്ടും. അഡാസ് ഇത് റിവേഴ്സ് ക്യാമറ, അലോയ് വീൽസ്, ടച്ച് സ്ക്രീൻ തന്നെയാണ് വരുന്നത്. 6 എയർ ബാഗ് എല്ലാം നമുക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ് വേരിയന്റിൽ തന്നെ കിട്ടും. വിക്കകത്ത് തന്നെ വരും. പിന്നെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ആയിട്ട് എന്തൊക്കെയാണ്? നമുക്ക് ഈ 30 കോമ്പാക്റ്റബിൾ ആണ്. നമ്മുടെ എഞ്ചിൻ വരുമ്പോഴത്തേക്ക് എത്തനോൾ 30 കോമ്പാക്റ്റബിൾ ആണ്. 30% എത്തനോൾ കോമ്പാക്റ്റബിൾ ആണ്. നമുക്ക് 1998 മുതൽ 20 കോമ്പാക്റ്റബിൾ ആണ്. ഇപ്പൊ നമുക്ക് 20 എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം കിട്ടുന്നത് ഏകദേശം 22-24% എത്തനോളുള്ള ഫ്യൂലാണ്. അതിപ്പോ നമുക്ക് 30 ആയാൽ പോലും നമുക്ക് നമ്മുടെ എഞ്ചിൻ ഇഷ്യൂസ് ഇല്ല. പിന്നെ 7 വർഷം 100 കിലോമീറ്റർ വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ തേയ്മാനം വരുന്ന ബ്രേക്ക് ഷൂ അല്ലെങ്കിൽ ടയേഴ്സ്, റബ്ബർ ബുഷസ്, അത് കഴിഞ്ഞാൽ അല്ലാതുള്ള ബാക്കി എല്ലാത്തിനും. അതായത് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഈ ഒരു RVMന്റെ മോട്ടർ ആണെങ്കിൽ പോലും ആക്സിഡന്റ് അല്ലാണ്ട് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ്സ് വരുവാണെങ്കിൽ അത് റീപ്ലേസ്മെന്റ് വാറണ്ടി. അത് 7 വർഷം വരെ നമുക്കത് അൺലിമിറ്റഡ് കിലോമീറ്റർ പരിധി പറയുന്നില്ല. അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് 10 വർഷം വരെ വേണ്ടേ നമുക്ക് കൊണ്ടുവരാൻ നീട്ടാൻ പറ്റും. ഇപ്പം ലോഞ്ച് ചെയ്തിട്ട് എത്ര ആളായത്? നമുക്ക് ഏകദേശം 1 മന്തിനകത്ത് ആവുന്നത്. ഇൻട്രോഡക്ടറി ഓഫേഴ്സ് അങ്ങനെ എന്തെങ്കിലും നിലവിൽ ഒരു വലിയ പ്രൈസ് കൂടിയിട്ടില്ല. ഒരു 30,000 മാത്രമേ അധികം കൂടിയിട്ടുള്ളൂ കഴിഞ്ഞ പ്രൈസിന് വെച്ച് നോക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് നിലവിൽ ഓഫേഴ്സ് ഒന്നും ഇല്ല. നമുക്ക് ഈ ഒരു റീപർച്ചേസ് ആണെങ്കിൽ ഹോണ്ട തന്നെ ഫാമിലിയിൽ ഒരു പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കുറച്ച് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. പിന്നെ കോർപ്പറേറ്റ് ബെനിഫിറ്റ്, എന്തെങ്കിലും എംപ്ലോയീസ്, ഗവൺമെന്റ് എംപ്ലോയീസ് അങ്ങനെയുള്ളവർക്ക് കോർപ്പറേറ്റ് ബെനിഫിറ്റ് ഉണ്ട്. നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ളത് ഈ ഒരു അട്രാക്റ്റീവ് പ്രൈസ് തന്നെയാണ്. ഇത്രയും ഈ ടോപ്പിലോട്ട് ഇത്രയും കാര്യങ്ങൾ വന്നിട്ട് പോലും നമുക്കൊരു 40 രൂപ ആ റേഞ്ചിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് കോമ്പറ്റീറ്റിംഗ് വെഹിക്കിൾസ് ഏതൊക്കെയാ വരുന്നത്? നമുക്ക് വെർട്ടിസ് വരുന്നുണ്ട്, വെർണ വരുന്നുണ്ട്, പിന്നെ സ്ലാവിയ. പ്രൈസ് ബ്രാക്കറ്റ് നോക്കുവാണെങ്കിൽ പ്രൈസ് റേഞ്ചിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച്, അതായത് ഞാൻ ഈ പറഞ്ഞ 1580 എന്നുള്ള റേഞ്ചിൽ ഒരു അഡാസ് കിട്ടുന്ന വണ്ടി നമ്മുടെ വണ്ടി മാത്രമേ, അഡാസ് ഫീച്ചറുള്ള ഒരു 5 സേഫ്റ്റി ഫീച്ചറുള്ള അഡാസ് കിട്ടുന്ന വണ്ടി നമ്മളത് മാത്രമേ. വേറെ ഏതൊരു വണ്ടി നോക്കിയാലും മിനിമം അവർക്കൊരു ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള വണ്ടി എടുക്കണമെങ്കിൽ മിനിമം ഒരു 17 രൂപ. ഇതിന്റെ ഒരു 90% ഫീച്ചേഴ്സ് എങ്കിലും വേണമെങ്കിൽ 17 രൂപ നമുക്ക് ആവറേജ് ഏറ്റവും കുറഞ്ഞത് കൊടുക്കും. ഇത് നമുക്ക് വരുമ്പോഴത്തേക്ക് 1580 നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിൻ, 7 വർഷം വാറണ്ടി ഉള്ള CVT ഗിയർ ബോക്സ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടും. TPMS ഉണ്ടോ? എയർ കുറവാണ് ഇവിടുത്തെ കത്തിയത്. ഈ സ്വിച്ച് കോളിന്റെ എടുക്കുന്ന കട്ട് ചെയ്യുന്ന വോയിസ് അസിസ്റ്റന്റ് ആണ്. നമുക്ക് ഈ ഡിജിറ്റൽ ക്ലസ്റ്റർ മാറ്റണമെങ്കിലൊക്കെ അതിന്റെ എല്ലാം ഇതാണ് ഈ ഹോം ബട്ടൺ.
യൂസ് ചെയ്യാൻ രസമാണ്. യൂസ് ചെയ്യാൻ നല്ല രസമാണ് യൂസ് ചെയ്യാൻ. ഡ്രൈവിംഗ് കംഫർട്ട് കൂടുതല. നമുക്ക് ഈ ഒരു ആ നോയ്സ് കുറയും. നമ്മൾ തന്നെ ഗിയർ മാറ്റുന്ന ഒരു ഇത്. ഇതിന്റെ മാനുവൽ വരുന്നുണ്ടോ? മാനുവലുണ്ട്. 6 സ്പീഡ് മാനുവലാണ്. ഫ്രീ ലെഫ്റ്റ് ഉണ്ടോ? അപ്പൊ ഈ ഹോണ്ടയുടെ EV വെഹിക്കിൾസ് ഒക്കെ പ്രതീക്ഷിക്കാം. പിന്നെ ഉടനെ തന്നെ വരുന്നുണ്ട്. ഓൾറെഡി ഇപ്പൊ മാസ്കിംഗ് ഡ്രൈവ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യയിൽ തന്നെയാണ് അതിന്റെ പ്രൊഡക്ഷൻ എല്ലാം. സീറോ ആൽഫ ടെസ്റ്റിംഗ് ഒക്കെ നടക്കുകയാണ്. ടെസ്റ്റിംഗ് ഓൾറെഡി മാസ്കിംഗ് നമ്മൾ റോഡ് ഡ്രൈവിംഗ് നടക്കുകയാണ്. ഓ ശരി ശരി. അതിപ്പോ രാജസ്ഥാനിലെല്ലാം അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സീറോ ആൽഫ എന്നാണ് പേര്. 27 നമുക്ക് ആദ്യത്തോടു കൂടി എന്തായാലും ഉണ്ടാവും. കോൺസെപ്റ്റ് നെയിം ആണോ അതോ പ്രൊഡക്ഷൻ? ആ ഒരു ഫോട്ടോ തന്നെ ഒരു ഹോണ്ട കാർ ഇന്ത്യയിലെ ഒഫീഷ്യൽ പേജിൽ പോസ്റ്റ് വന്നിട്ടുണ്ട്. അത് എക്സ്പെക്ടഡ് ലോഞ്ച് അന്നേരം എപ്പോഴത്തേക്കാണ്? 27 ആദ്യത്തോടു കൂടി ഉണ്ടാവും. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിപ്പോ ഒരു ZR-V ഈ സിറ്റിയുടെ കൂടെ ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. ഒരു 2 ലിറ്റർ ഹൈബ്രിഡ് എഞ്ചിനാണ് നമുക്ക് വരുന്നത്. CR-V സെഗ്മെന്റ് ആ ഒരു കോൺസെപ്റ്റിലാണ് ആ വണ്ടി. SUV ആണ്. അത് ഓൾറെഡി ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മള് ഇവിടെ തന്നെ ഒരു 7ഓളം ബുക്കിംഗ് ഇപ്പൊ നിലവിലായിട്ടുണ്ട്. പിന്നെ ഡ്രൈവ് ഒക്കെ വന്നിട്ടുണ്ട്. ഡ്രൈവ് വണ്ടികളൊക്കെ വരുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് പ്രിലൂഡ് എന്നുള്ളൊരു സ്പോർട്സ് കാർ, അതായത് പുറത്ത് തായ്ലൻഡിലൊക്കെ ഓൾറെഡി ലോഞ്ച് ആയി. അതും അടുത്ത വരും വർഷങ്ങളിൽ ഇന്ത്യയിലും വരുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഒരു 2 7 സീറ്റേഴ്സും കൂടെ നമുക്ക് നിലവിൽ വരുന്നുണ്ട്.